ബൈ വീണെന്ന നമ്മ എങ്ങനെ വിശ്വസിക്കും ബൈ? എന്ത് പറ്റിയതാണ്? ഒരു കഥയെ ചൊല്ലട്ടോ സാർ. ബായ് പറഞ്ഞോ. നമ്മ കഥകളൊക്കെ കേട്ടിട്ട് കുറച്ച് നാളായെന്നേ. ഞാൻ എങ്ങനെ വേണം ചോദിച്ചാൽ വേറെ 3 പേരുടെ കഥ പറയേണ്ടി വരും. ബായ് വീണ കഥയല്ലേ, അതിന് ബാക്കി 3 പേരെന്ത്? ഒരുത്തൻ്റെ ഒരു അമർ, ഒരുത്തൻ്റെ ഒരു അക്ബർ, ഒരുത്തൻ്റെ ഒരു അന്തോണി. അപ്പോൾ ഈ അമറും അക്ബറും അന്തോണി ഭയങ്കര സുഹൃത്തുക്കളാണ്. ഇവർ 3 പേർക്കും ഒരു ജോലിയില്ല, വല്ല പണിക്കും പോകും, അങ്ങനെ കാശ് ഇടും. പിന്നെ ഇവർ പട്ടായിക്ക് വേണ്ടിയിട്ട് ഈ കാശെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. ബൈ വീണ കഥയില്ല, അതിന് ഇതുമായിട്ട് വല്ല കണക്ഷൻ ഉണ്ടോ? കഥയിലോട്ടാണ് ഞാനീ വരുന്നത്. അതിനകത്ത് ഈ അന്തോണി എന്ന് പറഞ്ഞാൽ പിസ്സ ഡെലിവറി പോയ അവനിങ്ങനെ 6 പിസ്സ ഉണ്ടെങ്കിൽ 6ാമത്തെ എന്നിട്ട് 5 എണ്ണം ജോയിൻ ചെയ്താൽ കൊടുക്കുന്നത്. എന്നിട്ട് സംഭവിക്കുന്ന ഈ 3 പേരും ഒരു ആംബുലൻസ് ഡ്രൈവറുമായിട്ട് കൂട്ടാവും. എന്നിട്ട് ഇവർ 4 പേരോട് അങ്ങോട്ടും ഇങ്ങോട്ടും കഥകൾ പറയും. എന്നിട്ട് ഒരു പാട്ട് സീനുണ്ട്. കള്ളു കുടിച്ചാലും പോകൂല, ആ സമീപിച്ചാലും മാറൂല, വയുടെ ഒരു കാലല്ലേ ഒടിഞ്ഞുള്ളൂ, 2ാമത്തെ കാലൂടെ തല്ലി ഒടിക്കണ്ടെങ്കിൽ കാര്യം പറഞ്ഞിട്ട് കിടന്നുറങ്ങ്. ഇവിടെ മനുഷ്യന് ഉറങ്ങണം. അത് ഞാൻ ഈ ബൈക്ക് ഓടിച്ചോണ്ട് വന്നപ്പം ഏതോ ഒരു കമ്പ് എടുത്തിറങ്ങി. ആ കമ്പ് ഒന്ന് ഇതിൻ്റെ ഇടയ്ക്ക് കയറി. ബാക്കി പറയണ്ടല്ലേ. ബൈ ആദ്യം അങ്ങ് പറഞ്ഞ പോരായിരുന്നു, അതിന് ഈ 3 ഇതിൽ വലിച്ചു കയറ്റി. ട്വിസ്റ്റ് നിങ്ങൾ കളഞ്ഞില്ലേ? ഈ കഥയുടെ ലാസ്റ്റ് ഒരു ഫൈറ്റ് സീൻ ഉണ്ട്. അന്നേരം ഈ അക്ബർ ഒരുത്തനെ അടിച്ചിട്ട് ആ കമ്പ് എടുത്തെറിയും. ആ കമ്പ് വന്നാണ് എന്റെ വീലിന്റെ ഇടയ്ക്ക് കയറുന്നത്.